അയ്യോ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനടേ മൊട്ടം കോമഡി. തനി ഗുണം നമ്മുടെ എല്ലാവരുടെ പ്രിയങ്കരി അല്ലാത്ത രേഷ്മ പി തങ്കച്ചൻ പൊട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തനി ഗുണം പുറത്തായിരിക്കുകയാണ്. ഇവിടെ മീഡിയയുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിയില് അയ്യോ ഞാൻ കള്ളം പറഞ്ഞു, അയ്യോ ഞാൻ കള്ളം പറഞ്ഞില്ല, അയ്യോ ഞാൻ അതല്ല പറഞ്ഞത്, അയ്യോ ഇപ്പുറത്ത് ഞാൻ വേറെ പറഞ്ഞു. ഈ സെറ്റപ്പിൽ ഇവിടെ മറ്റേ ഓൺലൈൻ മീഡിയകളിലും ഇന്റർവ്യൂലൊക്കെ ഇവിടെ പറഞ്ഞില്ല അപ്പുറത്ത് പറഞ്ഞ, അപ്പുറത്ത് പറഞ്ഞില്ല ഇപ്പുറത്ത് പറഞ്ഞ, ഇപ്പുറത്ത് പറഞ്ഞില്ല അപ്പുറത്ത് പറഞ്ഞ, ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ആടാട് ആടാട് ആടുന്ന ഒരു രണാസുനെ രേഷ്മ പി തങ്കച്ചന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ബിഗ് ബോസ് സീസൺ 7 അകത്ത് ആ സ്വഭാവം പൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ആഹ്ലാദിപ്പിൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പതുങ്ങി ഇരിക്കുന്നത്, തനിക്കൊണം കാണിക്കുന്നില്ല എന്നിങ്ങനെ അന്വേഷണത്തിലും ഗവേഷണത്തിലുമായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് പൊട്ടിത്തെറികൾ കാണുന്ന സുഹൃത്തുക്കളെ. പൊളിച്ചടുക്കിയിരിക്കുകയാണ് അഭിലാഷ്, അതുപോലെ ശരത്ത്, എല്ലാവരും കൂടിയൊക്കെ ചേർന്ന് അങ്ങോട്ട് കലക്കി പിഴിഞ്ഞു വേണ്ട തൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ ടാസ്ക് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ, എനിക്ക് അനങ്ങാൻ വയ്യ, അയ്യോ വയ്യ, തല വയ്യ എന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലും പണിയെടുക്കൂല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തിന് വീടിന്റെ വൃത്തി നമ്മൾ കണ്ടതല്ലേ അന്നൊക്കെ കിടന്നതും ഇരുന്നതും ഒക്കെ. എന്തിന് ഞാൻ നേരിട്ട് കൂടി അവിടുത്തെ പുറം ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതെല്ലാം കൊള്ളാൻ സുഹൃത്തുക്കളെ. തനിക്കൊണം പൊട്ടിയിരിക്കുകയാണ്. വെൽ ഡൺ മിസ്സിസ് രേണ സുധിച്ചേട്ടൻ. എന്റെ കൂടെ 21ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് സുധിച്ചേട്ടൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. എവിടെ സുധിച്ചേട്ടൻ കാപ്പാത്താൻ വന്നില്ലേ? എന്റെ പൊന്നടാവേ, അഭിനയങ്ങളൊക്കെ എനിക്കിങ്ങനെ പൊളിയുന്ന കാണുമ്പോ അടാട് വീണ്ടും അടാട് ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ്. എന്തായാലും കലക്കി. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ കണ്ട് ചിരിച്ച് അത്ര എനിക്കിനി വയ്യ കാണാൻ. ഒന്നുകൂടി കാണാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണാം. ഇവള് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് ഒന്നും ചെയ്യാതെ അയ്യോ എനിക്ക് തലവേദന എന്ന് പറഞ്ഞും കൊണ്ട് അങ്ങ് ഇരിക്കുകയാണ്. എന്നാൽ യുവമാരെല്ലാം കൂടി എടുത്തങ്ങ് അലക്കിയപ്പോൾ തലവേദന 2 മിനിറ്റിൽ പമ്പ കടന്നു. അത് തലവേദനയുടെ ഇത്രയൊക്കെ കഴിവുള്ള തലവേദന. ഞാൻ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനത്തെ ഒരു തലവേദന പോലും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് തലവേദന വരുമോന്ന് ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്. സത്യയുടെ വന്ന തലവേദന പമ്പ കടന്നത് കണ്ടു കഴിഞ്ഞാൽ എന്റെ മോനെ വേറെ സീന്. എന്തായാലും തനിക്കൊണം അവിടെ കാണിച്ചു, അവിടെ കയറി അഭിനയിച്ച് ആരും അറിയാത്ത പോലെ കയറി ഇരിക്കാന്ന് വിചാരിച്ചു. തേഞ്ഞ് ഒട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചറാക്കി വിട്ടു അവിടെ ഉള്ളവന്മാര്. ലൈവിൽ പൊട്ടിക്കരിഞ്ഞു രേണുസുതി. കണ്ടു നോക്കാം സുഹൃത്തുക്കളെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഒരു പ്രൊമോ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ വന്നത് എല്ലാവരും കണ്ടാണ്. അതിന് കാരണമായ സംഭവങ്ങൾ ലൈവിൽ ഇപ്പോൾ നടന്നിട്ടുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ലിവിംഗ് ഹാളിൽ വന്നിരിക്കുന്ന സമയത്ത് നോമിനേഷൻ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അവിടെ ഇരിക്കാൻ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ രേണുസുതി ഇങ്ങനെ പതിയെ തലവേദനയാന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നു. അപ്പോ ക്യാപ്റ്റനോട് പറഞ്ഞപ്പോൾ ക്യാപ്റ്റനും അത് അഗ്രി ചെയ്യുന്നുണ്ട്. തലവേദനയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസിന്റെ കൂടെ ഇരുന്ന ആൾക്കാർ അവിടെ വിളിച്ചു ചോദിക്കുന്നത് ഷാനവാസിന്റെ തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതുപോലെ അല്ലല്ലോ പറഞ്ഞത് എന്ന് പറയുന്നത്. ഇതെനിക്ക് ജെന്യൂൻ ആയിട്ട് തോന്നി. ഷാനവാസിന്റെ കേസ് എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് അനീഷ് ക്യാപ്റ്റൻ മറുപടി പറയുന്നു. അപ്പോൾ അതെന്ത് ഇത് ജെന്യൂൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു ചെറിയ വാക്ക് തർക്കം അവിടെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് രേണുസുതി ബിഗ് ബോസ് അവിടെ നിന്ന് എല്ലാവരോടും പൊയ്ക്കോളാൻ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ അഭിലാഷ് വന്ന് ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി, അല്ല ഇപ്പൊ അവർക്ക് തലവേദനയില്ലേ, 1 സെക്കൻഡ് കൊണ്ട് തലവേദന മാറിയോ? അതാണ് 1 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് മറിയ തലവേദനയാണ്. തലവേദനയ്ക്ക് ഏത് മരുന്നാണ് നമ്മുടെ രേഷ്മ തങ്കച്ചൻ കഴിച്ചത്? ആ മരുന്ന് എനിക്കും പറഞ്ഞ 1 സെക്കൻഡിൽ തലവേദന മാറുന്ന ആ തലവേദന. വാവ്, അമേസിങ്. തനിക്കൊന്നും കാണിച്ചിടേ. നൈസ് ടാസ്ക് ഒന്നും ചെയ്യാതെ മുങ്ങി അവിടെ ഇരിക്കാൻ നോക്കി. ഇനിയിപ്പോ അവിടെ ജോലി ചെയ്യണം. വീട്ടിൽ ഇരുന്ന് മറ്റേ തിന്നുകൊണ്ടിരുന്നത് പോലെയല്ല, നാട്ടുകാരെ പറ്റിച്ച് പൈസകൾ വാങ്ങിച്ച് തിന്നുകൊണ്ടിരുന്ന പോലെ ഇനി അവിടെ പണിയെടുക്കണം. അവിടെ ഇനിയിപ്പം കിച്ചൺ ഡ്യൂട്ടി, ബാത്റൂം ഡ്യൂട്ടി, ഫ്ലോർ ക്ലീനിങ് എല്ലാം ഉണ്ടല്ലോ. അതിൽ ഫ്ലോർ ക്ലീനിങ് ആണല്ലോ കിട്ടിയിട്ടുള്ളത്. എല്ലാം ജോലി ചെയ്യേണ്ടി വരും. എന്ത് ഈ മക്കള് വീട്ടിൽ ഇരുന്ന് ഇവിടെ മറ്റേ മീഡിയക്കാരന്മാരെ വെച്ച് ചുറ്റി കളിച്ച പോലെ ആണെന്ന് വിചാരിച്ച ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയിട്ട് മക്കൾ എന്ത് ചെയ്യും? മക്കള് താഞ്ഞൊട്ടി അങ്ങനെ പറഞ്ഞിട്ട് അപ്പാനിയും നമ്മുടെ അഭിലാഷും എല്ലാവരും കൂടെ ഇത് ചോദിക്കുകയാണ് രേണുവിന്റെ അടുത്ത്. രേണു പറഞ്ഞില്ല എനിക്ക് തലവേദനയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആ പേരും പറഞ്ഞു, നിനക്ക് തലവേദന ഇല്ല, നീ കള്ളം പറഞ്ഞതാണ്, നീ അഭിനയിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷ് കയറി റൈസ് ആവുന്നു. അപ്പാനിയൊക്കെ ഒന്ന് ദേഷ്യപ്പെടുന്നെങ്കിൽ കൂടുതൽ റൈസ് ആയത് അഭിലാഷാണ്. ഇതിന്റെ ഇടയിൽ ക്യാപ്റ്റനെ എന്നുള്ള നിലയിൽ അനീഷ് വരുന്നു. അനീഷും അഭിലാഷും തമ്മിൽ ഫൈറ്റ് ആവുന്നു. അതായത് നീ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് കാണിച്ചത്, രേണുവിന് മാത്രമേ തലവേദനയുള്ള, രേണുവിനോട് ഒരു പ്രിവിലേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു വഴക്കാണ് ഉണ്ടായത്. രേണുവിന് തലവേദന ഉണ്ടോ ഇല്ലയോ എന്നത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് രേണുവിന് മാത്രമേ അറിയാവൂ. മനുഷ്യൻ അവർക്ക് പറയത്തില്ല, അവർക്ക് തലവേദനയില്ല. കള്ളവല്ലേ ഇതൊക്കെ? നമ്മൾ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതാ. ഇവിടെ പുറത്ത് കാണിച്ചുകൊണ്ടിരുന്ന സ്വഭാവങ്ങളൊക്കെ ഓർമ്മയില്ലേ? അതേ അവിടെ കാണിക്കത്തുള്ളൂ. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് മെത്തേ കിടക്കും. ഇനി ഒരു പട്ടി ഉണ്ടെന്ന് വെച്ചോ, എന്റെ കയ്യിൽ ഒരു പട്ടി ഇരിക്കുകയാണ്. ആ പട്ടിക്ക് ഒരു വാലുണ്ടെന്ന് വെക്കുക. ആ വാലിൽ ഞാനൊരു കുഴല് കയറ്റിയെന്ന് വെച്ച് കുഴലേ നിവരത്തുള്ളൂ, വാല് നിവരത്തില്ല. മനസ്സിലായ? അതേ ട്രാക്കാ ഇങ്ങ വന്ന് പാത്താലും അതുതാ. തലവേദനയൊക്കെ ഉണ്ടാവും. തലവേദന ഉണ്ടായിട്ട് പെട്ടെന്ന് പോകാം. ചിലപ്പോൾ ചെറിയ തലവേദന വിട്ടു നിൽക്കുന്ന തലവേദനയാവാം. ചെറിയ തലവേദന വന്നാലും നമ്മൾ ചിലപ്പോൾ എനിക്ക് നടക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് രേണു അഭിനയിച്ചതാണ് എന്ന് നമുക്ക് അങ്ങനെ തീർത്ത് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ റിയൽ ആയിട്ട്
ഓ റിയൽ ആയിട്ടൊക്കെ തലവേദന ഇങ്ങനെ ഒരു സെക്കൻഡിൽ വന്നിട്ട് ആ തലവേദനയുടെ പോണത് അങ്ങനെയൊന്നുമില്ല. ഒരു സെക്കൻഡിൽ പോണ തലവേദന എങ്കിൽ കാണണോടെ ആ തലവേദന 1.5 തലവേദന. ഇനി എത്ര തലവേദനയ്ക്ക് ഇരിക്കണം. തലവേദന അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഇനി അഭിനയിച്ചതാകാമോ എന്ന് ചോദിച്ചാൽ സാധ്യതകളുണ്ട്. അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ വെറുതെ കമന്ന് കിടന്നതും ആകാം. എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. ഇത്രയും വയലൻസ് ഇതിനു വേണ്ടി വേണമെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു രസമല്ലേ, ബിഗ് ബോസിൽ കുറച്ച് വയലന്റ് ഒക്കെ ആയാലും രസം. ആ നിലയ്ക്ക് എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിനെ കാണുന്നുള്ളൂ. വന്ന ദിവസങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര ബിഗ് ബോസിന്റെ ഉള്ളിൽ പതിപ്പിക്കാനുള്ള കണ്ടസ്റ്റൻസിന്റെ ഒരു ത്വരയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ചില വഴക്കുകളും മറ്റുമൊക്കെ ആയിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. അതിനപ്പുറം വലിയ വാല്യൂ ഒന്നും ഇതിനിപ്പോ കൊടുക്കുന്നില്ല. അത്രേ ഉള്ളൂ എല്ലാവരും. അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കില്ലേ എന്റെ പൊന്നെണ്ണ. ഇത് സീനാണ്. ഇത് തലവേദന നമ്മളാരും കണ്ട പോലത്തെ തലവേദന അല്ല. ഇത് ഇന്റർനാഷണൽ തലവേദന ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അമ്മാതിരി തലവേദനയൊക്കെയാണ്. എന്തായാലും അടിയുടെ കുറച്ച് ഭാഗം പൊട്ടിയിട്ട് വെട്ടിയിട്ട് പൂരം ഞാനൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കേൾക്കുമ്പോ സത്യം ഉറങ്ങാൻ വേണ്ടി മാത്രം കാണിച്ച പിന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടും അഭിനയത്തിനെ പറ്റി ആരും ഇവിടെ സംസാരിക്കല്. ദൈവമേ, ഇവിടെ മൊത്തം അപരാധ ഷോർട്ട് ഫിലിമും മറ്റതും മറിച്ച് ആൽബം ഫോട്ടോഷൂട്ടും കണ്ട് വെറുത്തിരിക്കുവാണ്. അവിടെ ആരും അഭിനയത്തിനെ പറ്റി പറയല്ലേ. എങ്ങാണ്ട് അവിടെ ഡാൻസ് പാട്ടൊക്കെ ഇട്ട് അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പയ്യ കാണാൻ എനിക്ക് ത്രാണിയില്ല. അതുകൊണ്ടാണ് അഭിലാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട് മക്കളെ. നോക്കാം ബാക്കി. ഇനി ലൈവില് അടിയും പിടിയും പൂരോട്ടൊക്കെ കഴിഞ്ഞ് അവിടെ തണുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് നിങ്ങൾ എക്സ്പോസ് ആയ നമ്മുടെ ആ നാഗവല്ലിയെ കാണുന്നത് അല്ലെ. ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നല്ല നാഗവല്ലിയെ കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു കേൾക്കാം. നിങ്ങൾ ഏഷ്യാനെറ്റിൽ കയറി പ്രൊമോ കാണുക കേട്ടോ എല്ലാവരും. അവിടെ പൊളിയായിരുന്നു. അഭിനയം സിംഹമേ ഇനി എന്തു ചെയ്യാൻ പൊളിയും. എക്സ്പോസ് ആകും. എന്നെ കുറെ PR ടീമൊക്കെ വന്ന് കിടന്നിട്ട് മെഴുകി ഉരുളുന്നുണ്ട്. കുറെ എണ്ണം കമന്റ് ബോക്സിൽ ആരവത്തോടെയൊക്കെയാണ്. പിന്നെ കപ്പ് നിങ്ങളുടെ സ്വന്തം രേഷ്മ പി തങ്കച്ചൻ എന്ന് വാദിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനുള്ള പണിയും നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, കപ്പൊക്കെ ആർക്കെങ്കിലും കിട്ടട്ടെ. പക്ഷേ എക്സ്പോസ് ചെയ്യും. എക്സ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എക്സ്പോസ് ചെയ്യും. വെള്ളവും കപടവുമായി ഈ ഭൂമിയിൽ ആര് നിന്ന് കഴിഞ്ഞാലും നമ്മളെപ്പോലുള്ള പാവപ്പെട്ട നാറികൾ വലിച്ചു കയറി ഒട്ടിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾ നാറികളായിട്ട് കാണുമ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ കള്ളത്തനങ്ങൾ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളൊരു ധൈര്യത്തോടും സമാധാനത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും കൊള്ളാം രണ ചാച്ചി തനി കൊണൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ട് ചാടി ഇറങ്ങി വരെയാണ്. അയ്യോ എനിക്ക് തലവേദന, അയ്യോ ഞാനൊന്ന് മയങ്ങട്ടെ. അതെന്താടി നിനക്ക് 1 മിനിറ്റ് മാത്രം തലവേദന എന്ന് അഭിലാഷ്. സൂപ്പർ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം. അപ്പാനി ശരത്തും കൊടുത്തിട്ടുണ്ട്, കണക്കിന് കിട്ടിയിട്ടുണ്ട്. അവിടെ കിടന്ന് മെഴുകുക, തനി കൊണൊക്കെ പൊട്ടിത്തെറിക്കുക. രാവിലെ തുപ്പിയെടുത്തിട്ടിട്ടുണ്ടായിരുന്നു. എവിടെ? ബാസ്ക്കറ്റില്. വാഷ് ബേസിൽ എനിക്ക് തുപ്പാനും കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. ഇത് ചില ടീംസ് ഉണ്ടേ, വീട്ടിൽ ശീലിച്ചതേ അവിടെയും ശീലിക്കത്തുള്ളൂ. ആ ഒരു ട്രാക്കിൽ തന്നെ ഞാനും കാണുന്നു. നോക്കാം. പിന്നെ അത് ക്ഷമിച്ചു വിടാന്നുള്ള കേസാണ്. പക്ഷെ ഈ കള്ളത്തനം ടാസ്ക് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തലവേദന കൊള്ളല്ലേ ഈ തലവേദന. എന്തായാലും ഇനി കുറച്ച് വേദനിക്കാനും വേർക്കാനും ഒക്കെ കിടക്കുന്നതാണ്. ഇവിടെ ഓൺലൈൻ മീഡിയ വെച്ചും കൊണ്ടിരുന്ന് കളിച്ചതുപോലെ അടാടല്ല. അത് ബിഗ് ബോസ്. അവിടെ പോകുമ്പം ബാക്കിയുള്ളവർ നിനക്ക് തലവേദന എന്ന് പറഞ്ഞാൽ പിടിച്ച് മടിയിലിരുത്തത്തില്ല. വലിച്ചു കയറി ഇതുപോലെ ഒട്ടിച്ചെങ്ങ് വിടും. പിന്നെ പഞ്ചറായ സൈക്കിളിന്റെ ടയർ പോലെ കടന്ന് ഉരുണ്ട് നടക്കാം. ഒട്ടൽപ്പെട്ട സ്ട്രാറ്റജി ഇപ്പൊ എടുക്കും കേട്ടോ. അയ്യോ എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്ന് കരയാൻ തുടങ്ങും. അത് ഞാൻ വെയിറ്റ് ചെയ്യുക. കള്ളത്തനത്തിന്റെ ഒരു കൂമ്പോര ഘോഷയാത്രയാണ് മക്കളെ. അടാട്. നിങ്ങളുടെ കമന്റ് താഴെ കമന്റ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.